32 അധ്യാപകരെ പിരിച്ചുവിട്ട നടപടി മരവിപ്പിച്ച് സംസ്ഥാനം. അധ്യാപകരുടെ പ്രതിഷേധത്തിന് മുന്നിൽ തലകുനിച്ച് സംസ്ഥാന സർക്കാർ. ആലപ്പുഴയിൽ തസ്തിക നിർണയത്തിലൂടെ അധ്യാപകർ പുറത്താക്കപ്പെട്ട സംഭവത്തിൽ ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിച്ചു. PSC നിയമനം ലഭിച്ചിട്ടും തസ്തിക നിർണയം എന്ന പേരിൽ ഒഴിവാക്കിയ 32 LP സ്കൂൾ അധ്യാപകർക്ക് സർവീസിൽ തുടരാമെന്നാണ് ഉത്തരവ്. ഇടത് അധ്യാപക സംഘടനകൾ പ്രതിഷേധം കടുപ്പിച്ചതോടെയാണ് നടപടി. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, ഏതായാലും ഇന്നാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിദ്യാഭ്യാസ ഓഫീസറുടെ ഉത്തരവ് വന്നത്. 32 അധ്യാപകരെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി, അതായത് പിരിച്ചുവിട്ടു. അതിന് പിന്നാലെ KSTയുടെ അടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു. താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്? നിരവധി അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമാണോ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടുകൾ ഉണ്ടാകുന്നത്? സിജു, ഏതായാലും അധ്യാപകരെ പൂർണ്ണമായും ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നീക്കമാണ് ഇന്നിപ്പോൾ സർക്കാർ നടത്തിയത്. പക്ഷേ അതിനെതിരെ ശക്തമായ പ്രതിഷേധം അധ്യാപകരുടെ ഭാഗത്ത് നിന്നും ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് അതിന് മുന്നിൽ മുട്ടുമടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതായത് ഇന്ന് വരെയാണ് തസ്തിക നിർണയം സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തസ്തിക നിർണയം പൂർത്തിയായപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കണക്ക് മാത്രം പുറത്തു വരുമ്പോൾ 32 അധ്യാപകരെയാണ് പിരിച്ചുവിട്ടു എന്ന് കാണിച്ചുകൊണ്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉത്തരവിറക്കിയത്. അതായത് അധിക തസ്തികയായി കണ്ടെത്തിയത് 80 പേരെയാണ്, 80 അധ്യാപകരെയാണ്. അതിൽ 48 പേരെ പുനർവിന്യസിക്കുന്നു. അതോടൊപ്പം തന്നെ 32 അധ്യാപകരെ പിരിച്ചുവിടുന്നു. ഇതായിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്വാഭാവികമായും ഈ അധ്യാപകർ ഇനി എന്ത് ചെയ്യും? കാരണം ഇങ്ങനെ തസ്തിക നിർണയം നടത്തുമ്പോൾ എക്സസ് വരുന്ന അധ്യാപകർക്ക് പുനർവിന്യാസം ഉറപ്പാക്കാറുണ്ട്. അതാണ് കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് നടന്നു പോകുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആ അധ്യാപകരുടെ സംരക്ഷണം ഏറ്റെടുക്കാതെ അവരെ ഒഴിവാക്കുന്ന ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ആലപ്പുഴയിൽ ഈ സ്വാഭാവികമായും അധ്യാപകരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വന്നത്. അധ്യാപകർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അവിടെ കാര്യാലയത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധമടക്കം ഉയർത്തുകയും ചെയ്തു. ആ പ്രതിഷേധത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കേണ്ടി വന്നു. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് ജില്ലകളിലെ അടക്കം കണക്കുകൾ പുറത്തു വരാനിരിക്കുകയാണ്. ഇത് ആലപ്പുഴ ജില്ലയിലെ മാത്രം കണക്ക് പ്രകാരം 32 അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെട്ടത്. ആ ഒരു പശ്ചാത്തലത്തിൽ അതിശക്തമായ പ്രതിഷേധം ഇടത് അധ്യാപക സംഘടനകളുടെ ഭാഗത്ത് നിന്നും ഉയർന്ന സാഹചര്യത്തിലാണ് ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായത്. അവർക്ക് അങ്ങനെ ഒരു ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ പ്രതിഷേധം അവസാനിച്ചതും. ഏതായാലും താൽക്കാലികമായി മാത്രമാണ് ഈ ഉത്തരവ് മരവിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതുക്കിയ ഒരു ഉത്തരവ് ഉടൻ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കും. അതിൽ ഏത് രീതിയിൽ ഈ 32 അധ്യാപകരെ അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇനി നിർണായകമാകുന്നത്. സിജു, ഈ നേരത്തെ വന്ന വിവരം അനുസരിച്ച് 80 അധ്യാപകരെ ഇങ്ങനെ പുനർവിന്യസിപ്പിച്ചു. അതിൽ 32 പേർക്കാണ് ഈ തൊഴിൽ നഷ്ടപ്പെട്ടത്, ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയെന്ന്. ഇത് ആലപ്പുഴ ജില്ലയിലെ കാര്യം മാത്രമാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലെ അധ്യാപകരുണ്ട്. നമുക്കറിയാം, നേരത്തെ LDF സർക്കാർ സമാനമായ സാഹചര്യങ്ങളിൽ സൂപ്പർ ന്യൂമററി തസ്തികകൾ സൃഷ്ടിക്കുന്നു, പ്രൊട്ടക്റ്റഡ് അധ്യാപകരെ അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നു. ഇവിടെ ഇതൊന്നും പാലിക്കാതെ എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടെടുത്ത തീരുമാനം, എല്ലാ അർത്ഥത്തിലും വലിയ തിരിച്ചടി. ഈ ജീവനക്കാരെ പരിഗണിക്കാതെ സർക്കാർ എടുത്ത തീരുമാനം. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് സിജു ഒരു സ്വാഭാവികമായ പ്രതിഷേധം പൊടുന്നതിനെ തന്നെ അധ്യാപകരുടെ ഭാഗത്ത് നിന്നും ഉയർന്നത്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത്, അത് 1ാം പിണറായി സർക്കാരാകട്ടെ അല്ലെങ്കിൽ 2ാം പിണറായി സർക്കാരാകട്ടെ, ഈ തസ്തിക നിർണയവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ എത്ര അധ്യാപകർ സ്വാഭാവികമായും എക്സസ് വരും എന്നുള്ളതിന്റെ ഒരു ധാരണ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരെ പുനർവിന്യസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയും അതിന് സമാന്തരമായി തന്നെ സ്വീകരിക്കുന്നതായിരിക്കും. അതാണ് ഇവിടെ ഇല്ലാതെ പോയത്. കാരണം എക്സസ് ആയി വന്ന അധ്യാപകരുടെ തസ്തികകൾ ഒഴിവാക്കുമ്പോൾ ആ അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്, അവരെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി, അതാണ് ഇവിടെ ഇല്ലാതെ പോയത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ രീതിയിലുള്ള പ്രതിഷേധവും ഇപ്പോൾ അധ്യാപകരുടെ ഭാഗത്ത് നിന്നും ഉയർന്നു വന്നത്. ഏതായാലും ഇത് ഇപ്പോൾ ആലപ്പുഴയുടെ മാത്രം കണക്കാണ് പുറത്തു വന്നിട്ടുള്ളത്. മറ്റ് ജില്ലകളുടെ കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഈ ഒരു തസ്തിക നിർണയം പൂർത്തിയാക്കിയുള്ള ഉത്തരവ് വരുമ്പോൾ മാത്രമാണ് നമുക്കിനി മനസ്സിലാക്കാൻ സാധിക്കുക ഏത് രീതിയിലാണ് ഈ അധ്യാപകർക്കുള്ള പുനർവിന്യാസം സർക്കാർ ഉറപ്പാക്കുന്നത് എന്നത് സംബന്ധിച്ച്. സിജു.